LPSC ലെഫ്റ്റ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. LP ഇൻ്റർവ്യൂ അവസാനിച്ചിരിക്കുകയാണ്. ഇൻ്റർവ്യൂകളിൽ തുടർച്ചയായിട്ട് ചോദിച്ചു വന്ന റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ UP ഇൻ്റർവ്യൂകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഒരു വീഡിയോ ആണ് ഇന്ന് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. മിക്കപ്പോഴും ഇൻ്റർവ്യൂകളെല്ലാം തന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് കണ്ടുവരുന്നത്. നമ്മുടെ പാഠപുസ്തകങ്ങളും ഹാൻഡ് ബുക്കുകളും ഒക്കെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വീഡിയോസ് കേൾക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സ്വന്തമായിട്ടൊരു പ്രിപ്പറേഷൻ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഉണ്ടായിരിക്കണം എന്നുള്ളൊരു ഐഡിയ കൂടി ഞാൻ പറഞ്ഞു തരികയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഡിഗ്രി ബേസ് ചെയ്തിട്ടുള്ളൊരു തറോ നോളേജ്, അതിനെപ്പറ്റി എന്ത് ചോദിക്കുകയാണെങ്കിലും ആ ഒരു സബ്ജക്റ്റിനെ പറ്റി എന്ത് ചോദിക്കുകയാണെങ്കിലും അതിനെപ്പറ്റിയും പറയാനായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം ആശാൻ്റെ കവിതയെയും ഉള്ളൂർ കവിതകളെയും പറ്റിയിട്ടാണ് ആദ്യത്തെ ഒരു ചോദ്യം ഞാൻ സെലക്ട് ചെയ്തത്. കൂടുതലൊന്നും ചോദിച്ചില്ല. എന്താണ് ഉള്ളൂർ കവിതകളിലെ പ്രത്യേകതകളെന്നും അതുപോലെ തന്നെ ആശാൻ്റെ കവിതകളിലെ പ്രത്യേകതകളെന്നും ചോദിക്കുകയുണ്ടായി. തുടർന്ന് ഓരോ എക്സാമ്പിൾ പറയാൻ തുടങ്ങി. കാരണം LP ക്ലാസ്സുകളുള്ളതിനേക്കാൾ ഈ ഒരു ചോദ്യം സെലക്ട് ചെയ്യാൻ കാരണം UP ക്ലാസ്സുകൾ കുറച്ചുകൂടി മലയാളം ബുക്സൊക്കെ കുറച്ചുകൂടി ടഫായിരിക്കും. അതിൽ ഉള്ളൂർ കുമാരനാശാൻ അതുപോലെ തന്നെ കുഞ്ചൻ നമ്പ്യാർ എന്നിവരുടെ വ്യത്യസ്തമായ ഒരുപാട് കവിതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ കവിതകളുടെ പ്രത്യേകതകൾ, അവരുടെ ഏതെങ്കിലും 2 കവിതകൾ, ഇതൊക്കെ നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ഉള്ളൂരിൻ്റെ പ്രധാനപ്പെട്ട 2 കവിതകളാണ് ചിത്രശലഭങ്ങൾ, പ്രതിഭാവന്തനം, കാവ്യകൗമുദി എന്നിവയെല്ലാം. അതുപോലെ തന്നെ കുമാരനാശാൻ്റെ കവിതകൾ ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് തോന്നുന്ന പ്രധാനപ്പെട്ട കുറച്ച് കവികളുടെ അതുപോലെ പ്രധാനപ്പെട്ട നോവലിസ്റ്റുകൾ, പ്രത്യേകിച്ച് നമ്മുടെ പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വ്യക്തികളുടെ കൃതികളെ പറ്റിയിട്ട് അറിഞ്ഞു പോകാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രമിക്കണം. നമുക്കടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ലൈബ്രറി പരിചയമുണ്ടോ എന്നാണ് ചോദിച്ചത്. കാരണം ആ കുട്ടി ലൈബ്രറി ഒന്നും എഴുതിയിട്ടില്ല എങ്കിൽ പോലും ആ കുട്ടിയോട് നേരിട്ട് ചോദിച്ചൊരു ചോദ്യമാണ്. ലൈബ്രറി പോകാറുണ്ടോ, പുസ്തകങ്ങൾ എടുക്കാറുണ്ടോ, വായിക്കാറുണ്ടോ എന്നുള്ള ചോദ്യം. ഞാൻ ഓൾറെഡി എല്ലായ്പ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ഒരു ടീച്ചർ എന്ന നിലയിൽ നമ്മൾ ഏതെങ്കിലും ഒരു പുസ്തകങ്ങളും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയത് വായിക്കുകയും അതിനെപ്പറ്റി പറയാനായിട്ട് അറിഞ്ഞിരിക്കുകയും ചെയ്യണം. ലൈബ്രറി എന്ന് പറയുന്നത് പുസ്തകങ്ങൾ അതുപോലെ മറ്റു വിവരങ്ങളൊക്കെ സംഭരിച്ച് പൊതുജനങ്ങൾക്ക്, ഗവേഷകർക്കൊക്കെ സൗജന്യമായിട്ട് നൽകുന്ന ഒരു കേന്ദ്രമാണ്. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് പറയാം, വിദ്യാഭ്യാസം, ഗവേഷണം അല്ലെങ്കിൽ നല്ലൊരു വായനാ സംസ്കാരം ഇതിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ടാണ് ലൈബ്രറി നിലകൊള്ളുന്നത്. ലൈബ്രറിയുമായി ചോദിക്കുമ്പോൾ ആവശ്യമെങ്കിൽ മാത്രം PN പണിക്കറിനെ കണക്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ തുടർന്ന് ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞല്ലോ, കണക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് വരിക. അപ്പോൾ അതിലേക്ക് നീങ്ങും. നമ്മളോട് ലൈബ്രറി എന്ന് ചോദിക്കുമ്പോൾ ലൈബ്രറിയെ പറ്റി മാത്രം പറയാം. ലൈബ്രറിയുടെ പ്രാധാന്യം നമുക്ക് പറയാം. വിവര സമ്പത്ത്, വിവിധ വിഷയങ്ങളിലേക്കുള്ള അറിവ് നൽകുന്നു. വിദ്യാഭ്യാസ സഹായം, പഠനത്തിനും ഗവേഷണത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു. വായനാശീലം, കുട്ടികൾക്കും മുതിർന്നവർക്കും വായനയെ പ്രോത്സാഹിപ്പിക്കാനും വളർത്താനും ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ ഇന്ന് ഈ ലൈബ്രറികളും ഡിജിറ്റൽ റിസോഴ്സുകളും നമുക്ക് ലൈബ്രറിയിൽ തന്നെ അവൈലബിൾ ആണ് എന്ന് നമുക്ക് പറയാം. മറ്റൊരു ചോദ്യമാണ്, ജീവചരിത്രം ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന രീതികൾ ഏതെല്ലാമാണ്? ജീവചരിത്രം സാധാരണയായിട്ട് പഴയ മോഡൽ ക്ലാസ്സിലാണെങ്കിൽ പ്രഭാഷണ മോഡലായിരിക്കും. അതായത് ആ വ്യക്തിയുടെ ജീവചരിത്രം വെറുതെ പറഞ്ഞു പോവുക, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ, അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ, ഇതൊക്കെ ക്ലാസ്സിൽ ഉദാഹരണത്തിലൂടെ പറയുക എന്നുള്ളതാണ് ഒരു ഓൾഡ് മെത്തേഡ് എന്ന് പറയുന്നത്. എന്നാൽ പുതിയ രീതിയിലാണെങ്കിൽ വീഡിയോകൾ, ചിത്രങ്ങൾ, കുട്ടികളെ ഡോക്യുമെൻ്ററികൾ, ശബ്ദരേഖകൾ എന്നിവ കേൾപ്പിക്കാം, കഥയായിട്ട് അവതരിപ്പിക്കാം, അല്ലെങ്കിൽ ചെറിയൊരു നാടകമായിട്ട് ഒരു മോഡലിൽ ഒക്കെ ഒരു ജീവചരിത്രം കുട്ടികൾക്കായിട്ട് അവതരിപ്പിക്കാം. അതല്ല എങ്കിൽ പോസ്റ്റർ പ്രദർശനം, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ജീവിത ഇവൻറ്റുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഫോട്ടോസ് വെച്ചിട്ടുള്ള പ്രദർശനം, അല്ലെങ്കിൽ പോസ്റ്ററുകൾ ഉൾപ്പെടുത്തുക, പവർ പോയിൻ്റ് അവതരണം. ഇന്ന് നമ്മൾ സാധാരണയായിട്ട് ക്ലാസ്സിൽ പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ നടത്താറുണ്ട്. അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം അവർക്ക് നമുക്ക് കാണിച്ചു കൊടുക്കാം. മറ്റൊന്നാണ് ജസ്റ്റ് ഒന്ന് ഇത്തരത്തിലുള്ള അവതരണം നൽകിയതിന് ശേഷം കുട്ടികളോട് ആ ഒരു വ്യക്തിയെ പറ്റി കൂടുതൽ പഠിച്ചു വരാൻ പറഞ്ഞതിന് ശേഷം ചോദ്യോത്തര രീതി ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ആ ഒരു വ്യക്തിയെ
പരിചയപ്പെടാനായിട്ട് അവസരം നൽകാം. മറ്റൊന്ന്, ഒരു എക്കണോമിക്സ് BA ഡിഗ്രിയുള്ളൊരു ഒരു കാൻഡിഡേറ്റിനോട് ചോദിച്ചൊരു ചോദ്യമാണ് ധനവും സമ്പത്തും തമ്മിലുള്ള വ്യത്യാസം. സമ്പത്ത് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ആകെയുള്ള ആസ്തിയാണ്. സ്വത്ത്, ഭൂമി, സ്വർണം, ബിസിനസ്, നിക്ഷേപങ്ങൾ ഇതൊക്കെ ഉൾപ്പെടുത്തിയതാണ് സമ്പത്ത്. ധനം എന്ന് പറയുന്നത് സാധാരണയായിട്ടുള്ള നമ്മുടെ കയ്യിൽ ലഭ്യമായിട്ടുള്ള നോട്ട്, കാശ്, അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് ബാലൻസ്, ഇതിനെയൊക്കെയാണ് ധനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് വ്യത്യാസം എന്ന് പറയുന്നത് സമ്പത്ത് ഒരു നീണ്ട കാലത്തേക്ക് നീണ്ടു നിൽക്കും, എന്നാൽ ധനം എന്ന് പറയുന്നത് ചെലവഴിച്ചു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ. സമ്പത്ത് ധനം സൃഷ്ടിക്കാനുള്ളൊരു മാർഗമാണ്. മറ്റൊരു ചോദ്യം, റിപ്പീറ്റഡ് ആയിട്ട് വന്നൊരു ചോദ്യമാണ് ഫീൽഡ് ട്രിപ്പിൻ്റെ ഗുണങ്ങൾ. തീർച്ചയായും ഫീൽഡ് ട്രിപ്പ് എന്ന് പറയുന്നത് പ്രായോഗിക പരിചയം കുട്ടികൾക്ക് ലഭ്യമാക്കാനായിട്ടാണ് ഫീൽഡ് ട്രിപ്പ് ഉപയോഗിക്കുന്നത്. ഫീൽഡ് ട്രിപ്പ് എന്ന മെത്തേഡിലൂടെ കുട്ടിക്ക് തിയറിയിലൂടെ കുട്ടി പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ സജീവമായ അനുഭവങ്ങളിലൂടെ പഠിക്കാനുള്ള അവസരം ലഭിക്കും. അതുപോലെ അറിവ് വർദ്ധിക്കും. പുസ്തകത്തിൽ കാണാത്ത കാര്യങ്ങൾ നേരിട്ട് അനുഭവിക്കാനായിട്ട് അവർക്ക് ഫീൽഡ് ട്രിപ്പിലൂടെ സാധിക്കും. സഹപാഠികളുമായിട്ടുള്ള ഒരു സഹകരണം വർദ്ധിപ്പിക്കാനായിട്ട് ഫീൽഡ് ട്രിപ്പ് യൂസ്ഫുൾ ആണ്. മറ്റൊന്നാണ്, പഠനത്തിനോടൊപ്പം തന്നെയുള്ള ഒരു വിനോദ പരിപാടി എന്നുള്ള നിലയ്ക്കാണ് ഫീൽഡ് ട്രിപ്പ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവ അറിയാതെ പഠിക്കുകയാണ് ഫീൽഡ് ട്രിപ്പിലൂടെ ചെയ്യുന്നത്. മറ്റൊരു ചോദ്യം, ക്യാമ്പുകൾ എന്തിനാണ്? ഇപ്പോൾ നമുക്കറിയാം, ഡിഗ്രി കഴിഞ്ഞ് BEd എടുക്കുകയാണെങ്കിൽ BEdന് അതുപോലെ TTCക്കായാലും നമ്മൾ ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. അതുപോലെ ഡിഗ്രി ബേസ് ചെയ്ത് NSS ക്യാമ്പ്, 10 +2 ഒക്കെ ബേസ് ചെയ്ത് ക്യാമ്പുകൾ കുട്ടികൾ ഒരുപാട് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്താണ് ക്യാമ്പ്, എന്തിനാണ് ക്യാമ്പ് എന്നൊരു ചോദ്യം വന്നിരുന്നു. തീർച്ചയായിട്ടും ക്യാമ്പിൻ്റെ ഒരു ലക്ഷ്യമൊക്കെയായിട്ട് നമുക്ക് പറയാവുന്ന കാര്യങ്ങൾ ലീഡർഷിപ്പ് വികസനം, അതുപോലെ സാമൂഹ്യ സേവനം, ടീം വർക്ക്, മറ്റൊന്നാണ് പ്രകൃതിയിലൂടെയുള്ള അനുഭവങ്ങളിലൂടെ പഠിക്കാനായിട്ട് കൂടുതൽ സൗഹൃദങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ. ഇതിനെല്ലാം ക്യാമ്പ് നമ്മളെ സഹായിക്കും. ക്യാമ്പിൽ തന്നെ വ്യത്യസ്തമായിട്ട് കമ്മിറ്റികളുണ്ടാവും. ഫുഡ് കമ്മിറ്റി ഉണ്ടാവും, അതുപോലെ തന്നെ അത് ക്യാമ്പ് പ്ലാൻ ചെയ്യാനായിട്ടൊരു പ്ലാനിങ് കമ്മിറ്റി ഉണ്ടാവും. ഇതെല്ലാം തന്നെ കുട്ടികളിലെ നേതൃത്വ ഗുണം ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മറ്റൊന്നാണ് പ്രാദേശിക ചരിത്രം. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ് പ്രാദേശിക ചരിത്രത്തിൻ്റെ ഇമ്പോർട്ടൻസ്. ഇവിടെ ചോദിച്ചത് പ്രാദേശിക ചരിത്രം തയ്യാറാക്കുന്ന രീതിയാണ്. പ്രാദേശിക ചരിത്രം എന്നതിനെ പറ്റി തീർച്ചയായിട്ടും അറിഞ്ഞു വയ്ക്കുക. അതിൻ്റെ വ്യത്യസ്ത തലങ്ങളിലുള്ള ചോദ്യങ്ങൾ നമ്മളോട് ചോദിച്ചു കാണുന്നുണ്ട്. പ്രാദേശിക ചരിത്രം തയ്യാറാക്കാനായിട്ട് നമ്മൾ ഉറവിടങ്ങൾ ശേഖരിക്കണം. പഴയ രേഖകൾ, ഗ്രന്ഥങ്ങൾ, പഴയ ഭൂമിശാസ്ത്രപരമായ ചിത്രങ്ങൾ, പ്രാദേശിക എഴുത്തുകാരുടെയും മുതിർന്നവരുടെയും ഓർമ്മക്കുറിപ്പുകൾ ഇൻ്റർവ്യൂ വഴി കേട്ട് ശേഖരിക്കുക. അതുപോലെ തന്നെ സ്ഥലത്തെ പുരാവസ്തുക്കൾ, ക്ഷേത്രങ്ങൾ, കാവുകൾ ഇതൊക്കെ സന്ദർശിച്ച് കുറിപ്പുകൾ തയ്യാറാക്കുക. ഓൾറെഡി പറഞ്ഞു, അഭിമുഖങ്ങൾ ഇതിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. പിന്നെ ഒന്ന്, ഇവ രേഖപ്പെടുത്തുക എന്നുള്ളൊരു ഘട്ടമാണ്. ഇത് കഥകളായിട്ട് അവതരിപ്പിക്കാം, അതുപോലെ ചിത്രങ്ങൾ, ഡോക്യുമെൻ്ററികൾ, പോസ്റ്ററുകൾ, ഇങ്ങനെ വ്യത്യസ്ത തലത്തിൽ ഇത് അവതരിപ്പിക്കാം. മറ്റൊന്ന്, 5ാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസിൽ ഏത് പാഠപുസ്തകമാണ്, ഏതാണ് ആദ്യത്തെ പാഠം എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഈ ഒരു ചോദിച്ച പാനല് കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് ആ ഒരു കാൻഡിഡേറ്റിൻ്റെ മകള് 5ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടായിരിക്കാം ഇങ്ങനൊരു ചോദ്യം ചോദിച്ചത്. എങ്കിൽ പോലും നിങ്ങളും ഇത്തരത്തിൽ നിങ്ങളുടെ മക്കൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ആ ക്ലാസ്സിലെ പാഠപുസ്തകം നന്നായി നോക്കുക. ഇതിനു മുൻപും ചോദിച്ചിട്ടുള്ളതാണ്. നിങ്ങളുടെ മക്കളെ പറ്റി ചോദിക്കുകയാണെങ്കിൽ, അവർ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പാഠം ചോദിക്കാറുണ്ട്. കാരണം നമ്മുടെ മക്കളെ നമ്മൾ SCERT സ്റ്റേറ്റ് സിലബസിൽ തന്നെയാണ് പഠിപ്പിക്കുന്നത് എന്നറിയാനുള്ളൊരു മെത്തേഡ് കൂടിയാണത്. നേരിട്ട് ചോദിക്കുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ചോദിച്ചത് SCERT 5th സ്റ്റാൻഡേർഡ് അതിലെ ആദ്യത്തെ സാമൂഹ്യശാസ്ത്ര പാഠം ഏതാണെന്നാണ്. ഞങ്ങളുടെ ഗ്രാമമാണ് 5ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകത്തിലെ ആദ്യത്തെ പാഠം. ഈ പാഠത്തിൽ ഒരു ഗ്രാമത്തിൻ്റെ
ഗ്രാമത്തിനെ പറ്റിയും അതിൻ്റെ ഭൂപ്രകൃതി, ജനസംഖ്യ, തൊഴിൽ മേഖലകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരോഗ്യ സേവനങ്ങൾ, സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങൾ എന്നിവയെ പറ്റിയെല്ലാം പഠിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്വന്തം ഗ്രാമത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും പ്രാദേശിക ചരിത്രം, സംസ്കാരം, പാരമ്പര്യം ഇതിനെപ്പറ്റിയൊക്കെ കുറച്ചുകൂടി ഡെപ്തിൽ അറിയുന്നതിനായിട്ട് ഈ പാഠം വളരെ ഹെൽപ്ഫുള്ളാണ്. മറ്റൊന്നത്, അക്ഷരമില്ലാത്തവരെ അക്ഷരം പഠിപ്പിക്കാനായിട്ട് എന്ത് ആക്ടിവിറ്റീസ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്നൊരു ചോദ്യം. ആദ്യം അവരെ പഠനത്തിന് താല്പര്യം ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത്. കഥകളിലൂടെയോ കവിതകളിലൂടെയോ കളികളിലൂടെയോ അവരെ പഠനത്തിനൊരു താല്പര്യം ഉണ്ടാക്കിയെടുക്കുക. ഇതിനായിട്ട് ഓഡിയോ വീഡിയോ മാർഗങ്ങളൊക്കെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ അക്ഷരങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും നമ്മൾ ബോർഡിൽ എഴുതി കൊടുക്കുന്നതിന് പകരം ഇത്തരം വീഡിയോസിലൂടെ നമുക്ക് കാണിച്ചു കൊടുക്കാം. മറ്റൊന്ന്, കഥ പറയൽ, പാട്ടുകൾ. കുട്ടികൾക്ക് ഓർക്കാനായിട്ട് ചെറിയ ചെറിയ കുട്ടിപ്പാട്ടുകളൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. കൈകൊണ്ട് എഴുതാൻ പരിശീലിപ്പിക്കാൻ നമുക്കറിയാം, ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ആദ്യം തന്നെ പേനയും പുസ്തകവും അഥവാ പെൻസിലും സ്ലേറ്റും കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ അരിയിൽ എഴുതിക്കാം. അതുപോലെ മണൽ, ഇത്തരം മാർഗങ്ങളിലൂടെ അവരുടെ കൈക്കൊരു വഴക്കം വന്നതിന് ശേഷം മാത്രം എഴുതിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മറ്റൊന്ന്, അക്ഷരങ്ങൾ ചാർട്ട് രൂപത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡൈസിലൊക്കെ നമ്മൾ അക്ഷരങ്ങൾ എഴുതി കൊടുത്ത്, ഇപ്പോൾ ഡൈസ് വെച്ചിട്ടാണെങ്കിൽ നമ്മൾ ഡൈസിട്ട് ഒരു ലെറ്റർ തരുമല്ലോ, ആ ലെറ്റർ വെച്ചിട്ട് അവരോടൊരു വാക്ക് എഴുതാൻ പറയും. ഇത്തരത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗെയിംസ് ക്ലാസ്സിൽ ചെയ്യിപ്പിച്ചാൽ അവർക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവും. ഇതൊക്കെയാണ് നമുക്ക് അക്ഷരങ്ങൾ കുട്ടികളിൽ എത്തിക്കാനായിട്ട് നൽകാവുന്ന പ്രവർത്തനങ്ങൾ. മറ്റൊന്ന്, വിദ്യാലയം കൂടുതൽ മികച്ചതാക്കാനായിട്ട് എന്തെല്ലാം മാർഗങ്ങൾ നിങ്ങൾക്ക് നിർദ്ദേശിക്കാം എന്ന് ചോദിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും ക്ലബ്ബുകളിലെ പ്രവർത്തനങ്ങൾ, സാംസ്കാരിക സംഘടനകളുടെ കൂട്ടായ പ്രവർത്തനം എന്നിവ വിദ്യാലയം മികച്ചതാക്കാനായിട്ട് ഹെൽപ്ഫുള്ളാണ്. വായനാ ക്ലബ്ബ്, പരിസ്ഥിതി ക്ലബ്ബ്, ഡിബേറ്റ് ക്ലബ്ബ് ഇതൊക്കെ വളരെ മികച്ച ഒരു റിസൾട്ട് തരുന്ന രീതിയാണ്. മറ്റൊന്നാണ്, ആധുനിക പഠന സൗകര്യങ്ങൾ വിദ്യാലയങ്ങളിൽ ഉൾപ്പെടുത്തുക എന്നത്. സ്മാർട്ട് ക്ലാസ്, ലൈബ്രറി വികസനം ഇതൊക്കെ അതിൽപ്പെടും. കമ്പ്യൂട്ടർ, പ്രൊജക്ടർ, ഓഡിയോ വിഷ്വൽ ഉപകരണങ്ങൾ, അതുപോലെ കൂടുതൽ റഫറൻസ് പുസ്തകങ്ങൾ, ഇത് എല്ലാം തന്നെ വിദ്യാലയങ്ങളിൽ ഉണ്ടാവുകയും അത് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുകയും അവരുടെ പഠന വേളയിൽ ഇതെല്ലാം ഉപയോഗിക്കുകയും വേണം. പ്രൊജക്ടറുണ്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടറുണ്ട്, ഓഡിയോ വിഷ്വൽ ഉപകരണങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികൾ ഇതൊന്നും അറിയുന്നില്ല. അവർക്ക് നമ്മൾ ഇത് ഉപയോഗപ്പെടുത്തി ഇവയെ ഉൾപ്പെടുത്തിക്കൊണ്ട് ക്ലാസ് എടുത്താൽ മാത്രമേ അതിൻ്റെ ഒരു എഫക്റ്റ് കുട്ടികൾക്ക് ലഭിക്കുകയുള്ളൂ. മറ്റൊന്നാണ്, കൈകൊണ്ടുള്ള എഴുത്ത് പരിശീലനം ഏതെല്ലാം രീതിയിൽ തുടക്കക്കാർക്ക് നൽകാം എന്നുള്ളൊരു ചോദ്യം. ഓൾറെഡി ചോദിച്ച ഒരു ചോദ്യത്തിനോട് അനുബന്ധിച്ച് വരുന്നൊരു ചോദ്യം തന്നെയാണ് ഇത്. മറ്റൊരു വ്യക്തിയോട് ചോദിച്ചതാണ്. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, മണലിൽ, വെള്ളത്തിൽ, അതുപോലെ അരിയിലൊക്കെ എഴുതി പഠിപ്പിക്കുക എന്ന് പറയുന്നത്. ഇത് വളരെ എന്താ പറയുക, എഫക്റ്റീവായിട്ട് ചെറിയ കുട്ടികൾക്ക് അക്ഷരങ്ങൾ തലയിൽ ഉറയ്ക്കാനായിട്ട് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള മെത്തേഡാണ്. ഇത് കുട്ടികളുടെ ആത്മവിശ്വാസം ഉയർത്താനായിട്ട് ഹെൽപ്ഫുള്ളാണ്. ഇത്തരത്തിലുള്ള എഴുതി കൈക്കൊരു ഇരുത്തം വന്നാൽ പെട്ടെന്ന് അവർക്ക് നോട്ട് ബുക്കിലൊക്കെ എഴുതാനായിട്ട് സാധിക്കും. മറ്റൊന്ന്, കുട്ടികൾ സ്കൂളിൽ കുറഞ്ഞു വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ കൂടുതൽ കുട്ടികൾ സ്കൂളിലേക്ക് വരാനായിട്ട് മറ്റെന്തെല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞു, നല്ലൊരു അറ്റ്മോസ്ഫിയർ, അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ക്ലാസ് റൂമുകൾ, ആധുനിക രീതിയിലുള്ള ലൈബ്രറി, ഇതെല്ലാം ആവശ്യമാണെന്ന് പറഞ്ഞു. ഇതല്ലാതെ മറ്റെന്തെല്ലാം പ്രവർത്തനങ്ങൾ നൽകാം എന്ന് ചോദ്യമുണ്ടായിരുന്നു. തീർച്ചയായിട്ടും സൗഹൃദപരമായിട്ടുള്ളൊരു പഠന അന്തരീക്ഷമാണ് കുട്ടികളെ വിദ്യാലയത്തിലേക്ക് ആകർഷിക്കുന്നത്. അതുപോലെ അധ്യാപകർ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യണം. വിദ്യാഭ്യാസം ആസ്വാദ്യകരമാക്കാനുള്ള പ്രവർത്തനങ്ങൾ പാരൻസിനെ കൺവിൻസ് ചെയ്യിക്കാൻ നമുക്ക് കഴിയണം. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നതെന്ന് പാരൻസിന് കൂടി അറിഞ്ഞാൽ മാത്രമേ അവരവരുടെ മക്കളെ വിദ്യാലയങ്ങളിലേക്ക് വിടുകയുള്ളൂ. അതുപോലെ തന്നെ ഇംഗ്ലീഷ് എന്നുള്ളത് നമുക്ക് ക്ലാസ്സുകളിൽ പറയാനായിട്ട് ടീച്ചേഴ്സ് മുൻകൈയെടുക്കണം. കാരണം ഇംഗ്ലീഷിലുള്ള ക്ലാസ്സുകൾ കുട്ടികളെ വളരെ വലിയ രീതിയിലുള്ളൊരു ഇംഗ്ലീഷ് പഠനമല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന മലയാളം ചെറിയ ചെറിയ സെൻറ്റൻസ് അത് ഇംഗ്ലീഷിലായിട്ട് ക്ലാസ് റൂമുകളിൽ ഉപയോഗിക്കുക. എങ്കിൽ മാത്രമേ ഇന്നത്തെ രീതിയിലുള്ള ഒരു കൊഴിഞ്ഞുപോക്ക് നിർത്തി നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികൾ വരാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാവുകയുള്ളൂ.
മറ്റൊന്നാണ് സുരക്ഷിതവും ആകർഷകവുമായ സ്കൂൾ പരിസരം എന്നത്. വൃത്തിയുള്ള ക്ലാസ്, നല്ല കളിസ്ഥലം, പഠനത്തിനായിട്ട് അതുപോലെ തന്നെ കളിക്കായിട്ടും ആധുനിക സൗകര്യങ്ങളുള്ള പുതിയ എക്യുപ്മെൻറ്റ്സ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ് റൂമുകളും അതുപോലെ തന്നെ ഗ്രൗണ്ടുകളും ഇതൊക്കെ കുട്ടികളെയും പാരൻസിനെയും ആകർഷിക്കുന്ന ഘടകങ്ങളാണ്. മറ്റൊന്ന് വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം തന്നെ കല, കായികം എന്നിവ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രോഗ്രാംസ് അവൈലബിൾ ആക്കുക. കായിക പരിശീലനം, ചിട്ടയായ കോ-കരിക്കുലർ പ്രവർത്തനങ്ങൾ, വിവിധ ക്ലബ്ബുകൾ, കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്ന അവാർഡുകൾ, സ്കോളർഷിപ്പുകൾ, പഠനത്തിന് പുറമെ ഫീൽഡ് ട്രിപ്പുകൾ, ക്യാമ്പുകൾ, അതുപോലെ പ്രായോഗിക പഠനം എന്ന് നമുക്ക് പറയാം, തോട്ടവികസനം, സയൻസ് എക്സിബിഷൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എല്ലാ വർഷവും കറക്റ്റായിട്ട് നമ്മുടെ ടീച്ചേഴ്സിനെ മേൽനോട്ടത്തോടെ നടത്തുകയാണെങ്കിൽ ഇത് കുട്ടികളിൽ വളരെ എഫക്റ്റീവായിട്ട് പഠനത്തിൽ മികച്ച നിലവാരം ഉയർത്താനും അതുപോലെ തന്നെ പാരൻസിനായാലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉള്ള സ്കൂളിലേക്ക് കുട്ടികളെ വിടുക എന്നുള്ളത് അവർക്കും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു തോട്ടാണ്. കുട്ടികൾ രക്ഷിതാക്കളുമായിട്ട് വളരെ നല്ല രീതിയിലുള്ള ഒരു അടുപ്പം എന്നും ഉണ്ട്. മറ്റൊന്നാണ് ഗണിത ദിനം. എന്നാണ് ഗണിത ദിനം അഥവാ മാത്തമാറ്റിക്സ് ഡേ എന്ന് ചോദിക്കുകയുണ്ടായി. ഡിസംബർ 22 ഗണിതശാസ്ത്ര ദിനം. ശ്രീനിവാസ രാമാനുജന്റെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് നമ്മൾ ഗണിത ദിനം ആചരിക്കുന്നത്. ഇതിന് നമുക്ക് നൽകാവുന്ന ആക്ടിവിറ്റീസ് എന്താണ് എന്നും തുടർന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ക്വിസ് മത്സരങ്ങൾ നടത്താം, നമ്പർ ഗെയിംസ്, ഫൺ ആക്ടിവിറ്റീസ് വിത്ത് മാത്സ്, അതുപോലെ തന്നെ മാത്സ് എക്സിബിഷൻ, പ്രൊജക്റ്റ് ഡിസ്പ്ലേ എന്നിങ്ങനെയുള്ള രീതികളൊക്കെ ഈ ഒരു മാത്സ് ദിനത്തോടനുബന്ധിച്ച് നമുക്ക് ക്ലാസ്സുകളിൽ, ചെറിയ ക്ലാസ്സുകളിൽ, LP-UP ക്ലാസ്സുകളിൽ ചെയ്യാവുന്ന ആക്ടിവിറ്റീസാണ്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പുതിയ ചോദ്യം ചോദിച്ചത് ജിയോജിബ്ര ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ജിയോജിബ്ര എന്ന് പറയുന്നത് ഒരു ഇൻട്രാക്റ്റീവ് ജിയോമെട്രി, ആൾജിബ്ര, കാൽക്കുലസ് പ്രോഗ്രാമാണ്. ജിയോജിബ്ര ഉപയോഗിച്ച് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഗ്രാഫ് പ്ലോട്ടിങ്, അതുപോലെ ജിയോമെട്രി ഷേപ്സ് കുട്ടികളെ പഠിപ്പിക്കുക, ഡൈനാമിക് ലേണിംഗ്, ഇതൊക്കെയാണ് കുട്ടികൾക്ക് ജിയോജിബ്രയിലൂടെ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പഠനത്തിന് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പടങ്ങളൊക്കെ കാണിച്ച് പഠിപ്പിക്കുന്നതിനേക്കാൾ ജിയോജിബ്ര ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് പഠിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡ്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്നാൽ അതോടൊപ്പം തന്നെ ഒരു രസകരമായൊരു ചോദ്യമാണ് ഉപ്പിനെ പറ്റി കുട്ടികൾക്ക് പഠിപ്പിക്കാവുന്ന കാര്യങ്ങൾ, അത് മറ്റു വിഷയങ്ങളിലേക്ക് എങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് പഠിപ്പിക്കാം എന്നൊരു ചോദ്യം. തീർച്ചയായിട്ടും ഉപ്പിനെ പറ്റി ഓരോ വിഷയങ്ങളിലും നമുക്ക് ഉപ്പ് എന്നുള്ളൊരു ടോപ്പിക് എടുക്കുകയാണെങ്കിൽ, ആദ്യം നമുക്ക് സയൻസ് എടുക്കുകയാണെങ്കിൽ ഉപ്പിൻ്റെ രാസഘടന, NaCl, സോഡിയം ക്ലോറൈഡ്, അതുപോലെ അതിൻ്റെ ഭൗതിക ഗുണങ്ങൾ, അതിൻ്റെ രുചി, അതിൻ്റെ രൂപം, നീരാവി, അതായത് അത് ചൂടാക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഉപ്പിൻ്റെ നീരിൽ നിന്ന്, അതായത് ഉപ്പ് അടങ്ങിയ വെള്ളത്തിൽ നിന്ന് ഉപ്പ് പിരിച്ചെടുക്കുന്നത് എങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെ സയൻസ് ബേസ്ഡ് ആയിട്ട് കുട്ടികളെ പഠിപ്പിക്കാം. ചരിത്രം, ഭൂമിശാസ്ത്രം എന്നീ ഒരു മേഖലയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് പറയാവുന്ന ഒന്ന് ഉപ്പ് സത്യാഗ്രഹം, മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ളൊരു സംഭവം 1930കളിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹത്തെ പറ്റിയിട്ട് നമുക്ക് പറയാം. അതുപോലെ ഉപ്പ് പണ്ട് ഒരുപാട് വ്യാപാരങ്ങൾ നടത്തിയതും അതിന് നികുതി അടിച്ചേൽപ്പിച്ച കാര്യങ്ങൾ, ഇതൊക്കെ ചരിത്രം, ഭൂമിശാസ്ത്രം എന്നീ രീതിയിൽ പറയാം. മറ്റൊന്ന് ഭാഷയുമായി ബന്ധപ്പെട്ട് ഉപ്പ് ആശയത്തിൽ അടിസ്ഥാനമാക്കിയിട്ടുള്ള കഥകൾ, പ്രയോഗങ്ങൾ, ഇതൊക്കെ കുട്ടികൾക്ക് പരിചയപ്പെടുത്താം. എക്സാമ്പിളായിട്ട് ഉപ്പ് പോലെ സ്നേഹം, ഉപ്പില്ലാതെ കറിവേവുമോ, ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട പ്രയോഗങ്ങളാണ്. അതുപോലെ ആരോഗ്യം എന്നുള്ളൊരു മേഖലയിൽ ഉപ്പുമായി ബന്ധപ്പെട്ട രോഗം, രക്തസമ്മർദ്ദം, അതുപോലെ അയഡിൻ്റെ കുറവ്, ഡീഹൈഡ്രേഷൻ, ഇതെല്ലാം ഉപ്പുമായി റിലേറ്റഡ് ആണ്. അതുപോലെ നമ്മൾ ഭക്ഷ്യവസ്തുക്കളിൽ ഉപ്പിൻ്റെ അളവ് നിയന്ത്രിക്കേണ്ടതിൻ്റെ ആവശ്യകത, ഇതൊക്കെ നമുക്ക് പറയാം. അങ്ങനെ ഉപ്പ് എന്നൊരു ടോപ്പിക്കിനെ നമ്മൾ എല്ലാ വിഷയങ്ങളുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് അറിയണം. ഇതാണ് ഉപ്പിനെ പറ്റിയിട്ട് നമുക്ക് പെട്ടെന്ന് ചോദിച്ചാൽ പറയാവുന്ന കാര്യങ്ങൾ. മറ്റൊന്ന്, ഒരു കുട്ടിയോട് എനിക്ക് തോന്നുന്നു സയൻസ് മാത്സ് ബേസ്ഡ് ആയിട്ടുള്ളൊരു കാൻഡിഡേറ്റ് ആയിരുന്നു, ഡിഗ്രി മാത്സ് ആയിരുന്നു. ആ കുട്ടിയോട് സംഖ്യകൾ
പറ്റിയിട്ടൊക്കെ പഠനത്തെ പറ്റിയും അതിനെപ്പറ്റി ചോദിച്ച അവസാനം ഒരുപാട് സംഖ്യകളുടെ വർഗം ചോദിക്കുകയുണ്ടായി. ആ കുട്ടിക്ക് ഇൻട്രസ്റ്റ് മാത്സ് ആണെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കാം ഒരുപാട് സംഖ്യകൾ, എനിക്ക് തോന്നുന്നു 7, 12, 15 ഇങ്ങനെ പെട്ടെന്ന് വർഗങ്ങൾ ചോദിക്കുകയുണ്ടായി. ആ കുട്ടിക്ക് പറയാൻ സാധിച്ചു എന്നാണ് നമ്മളോട് അനുഭവം പങ്കുവച്ചതിൽ പറഞ്ഞത്. മറ്റൊന്ന്, നമ്മുടെ പ്ലേസിനെ റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾ എവിടെയാണ് ജീവിക്കുന്നത്, നിങ്ങൾ അതിൽ കൊടുത്തിരിക്കുന്ന അഡ്രസ്സ്, നമ്മൾ ബയോഡാറ്റയിൽ ഒരു അഡ്രസ്സ് കൊടുക്കും, അതെവിടെയാണ്, ആ ഒരു പ്ലേസിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇവിടെ കുത്താമ്പുള്ളിയിൽ നിന്നുള്ളൊരു കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു, അതിൻ്റെ പ്രത്യേകതകൾ എന്താണ്, അതായത് അവിടുത്തെ തൃശ്ശൂരത്തെ ഒരു പ്രമുഖ തനതായിട്ടുള്ള തുണിത്തര ഉൽപ്പാദന കേന്ദ്രമാണ് കുത്താമ്പുള്ളി, അതിനെ പറ്റിയിട്ട് ചോദിക്കുകയുണ്ടായി. അതുപോലെ തന്നെ അതിനോട് ചേർന്ന് തിരുവില്ലാമലയുടെ പ്രത്യേകതകൾ ചോദിക്കുകയുണ്ടായി. അതുപോലെ ഇഷ്ടപ്പെട്ട വിഷയം ഏതാണെന്ന് ചോദിച്ചു. അതുമായി അതിനെ തുടർന്ന് ഇഷ്ടപ്പെട്ട വിഷയത്തെ സംബന്ധിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു എന്നാണ് ആ ഒരു കാൻഡിഡേറ്റ് പറഞ്ഞത്. ആ കുട്ടിയുടെ ഡിഗ്രി സബ്ജക്റ്റും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട വിഷയം ഡിഫറൻ്റ് ആണ്. എന്താണ് അതിൻ്റെ റീസൺ എന്നും ചോദിക്കുകയുണ്ടായി. നിങ്ങൾ നിങ്ങളുടെ ബയോഡാറ്റയിൽ എഴുതുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾ ബയോഡാറ്റയിൽ നിങ്ങളുടെ ഡിഗ്രി എഴുതും, അത് കഴിഞ്ഞ് അവർ ചോദിക്കണം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വിഷയം ഏതാണെന്ന് ചോദിച്ചാൽ മറ്റൊരു വിഷയമാണ് പറയുന്നതെങ്കിൽ എന്താണ് ഇങ്ങനെ 2 സബ്ജക്റ്റായി മാറിപ്പോയതിൻ്റെ റീസൺ എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് വയ്ക്കണം. ഇത്തരത്തിൽ ചോദ്യങ്ങൾ വരാം എന്ന് നിങ്ങൾ അറിയാം. തുടർന്ന് ഈ ഒരു കാൻഡിഡേറ്റ് മാത്സ് ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം എന്ന് പറഞ്ഞു. തുടർന്ന് ചോദിച്ച ചോദ്യമാണ്, ഗണിതത്തിൽ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ ഒരുപാടുണ്ടാവും, അവരെങ്ങനെയാണ് പഠിപ്പിക്കുക, ഏതൊക്കെ ആശയം ഏതൊക്കെ രീതികളിൽ ഉൾപ്പെടുത്തി പഠിപ്പിക്കാം എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ നമുക്ക് പറയാവുന്ന ഉത്തരങ്ങൾ വിഷ്വലൈസേഷൻ, ക്രിയേറ്റ് എക്സാമ്പിൾസ്, അതായത് ദൈനംദിന ജീവിതമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് കുട്ടികളെ ആശയങ്ങൾ പഠിപ്പിക്കാം. ഗ്രാഫുകൾ, അനിമേഷൻ, ഇതൊക്കെ പഠനത്തിൽ ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ ഒരേ സമയം ഒരുപാട് ആശയങ്ങൾ പഠിപ്പിക്കാതെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ളൊരു അപ്രോച്ചാണ് ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് കൂടുതൽ എഫക്റ്റീവ് ആവാം. അതുപോലെ ഗെയിംസ്, ആക്ടിവിറ്റീസ്, പസിൽ ഗെയിംസ്, നമ്പർ കാർഡ്സ്, ഫ്ലാഷ് കാർഡ്സ് എന്നിവ ഉപയോഗിക്കാവുന്നതാണ്. പിയർ ലേണിംഗ്, അതായത് ടീച്ചേഴ്സ് കുട്ടികളെ പഠിപ്പിക്കുന്നതിനേക്കാൾ പിയർ ലേണിംഗ് എഫക്റ്റീവ് ആവുന്നത് 4ാം ക്ലാസ് മുതൽ ഒരു 7ാം ക്ലാസ് വരെയുള്ള സമയങ്ങളിലാണ്. മറ്റൊന്നാണ് ELPS. എന്താണ് ELPS? ഗണിത ക്ലാസ്സിൽ ELPS എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ELPS എന്ന് പറയുന്നത് ഗണിതം എന്നുള്ളൊരു ടോപ്പിക്ക് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. E എക്സ്പീരിയൻസ്, L ലാംഗ്വേജ്, P പിക്ചർ, S സിംബോളിക്. എക്സ്പീരിയൻസ്, ലാംഗ്വേജ്, പിക്ചർ, സിംബോളിക്. എക്സ്പീരിയൻസ് അതായത് ഒരു മാത്സ് പഠനം എക്സ്പീരിയൻസിലൂടെ അവരവരുടെ അനുഭവത്തിൽ നിന്ന് ഗണിതം പഠിക്കാനായിട്ട് അവരെ പ്രാപ്തരാക്കുക. അതിനുശേഷം മാത്രം ലാംഗ്വേജ് ഉപയോഗിക്കുക, അതായത് ഗണിത പദങ്ങൾ, ഗണിതവുമായി ബന്ധപ്പെട്ട പദങ്ങൾ ലളിതമായിട്ട് വിശദീകരിക്കുക. തുടർന്ന് ചിത്രങ്ങൾ ഉപയോഗിക്കുക, സിംബൽസ്, കണക്കുകളിൽ ഉപയോഗിക്കുന്നതിനെയാണ് ചിത്രങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് വൺ സിംബോളിക്, പ്രതീകങ്ങൾ, സംഖ്യകൾ, ഗണിത ചിഹ്നങ്ങൾ വഴി പഠനം. ഇങ്ങനെ 4 രീതി ഫോളോ ചെയ്യുന്നതിലൂടെയാണ് ഗണിത പഠനം എന്ന് പറയുന്നത് ഇഫക്റ്റീവായിട്ട് നമുക്ക് പഠിപ്പിക്കാനായിട്ട് പറ്റുന്നത്. ഇതിനൊരു ഉദാഹരണം കൂടി പറയാം. കാലത്ത് എൻ്റെ കയ്യിൽ 5 ആപ്പിൾ ഉണ്ടായിരുന്നു, 2 എണ്ണം എടുത്തു, ബാക്കി എത്രയുണ്ട്? ഇതിൽ എക്സ്പീരിയൻസ് എന്ന സെക്ഷനിൽ എന്താണ്, കുട്ടികളെ കൊണ്ട് ആപ്പിൾ തൊടിയിക്കുക. 5 ആപ്പിളുകൾ അവിടെ വെച്ചിട്ടുണ്ട്, അതൊന്ന് കുട്ടികൾക്ക് തൊടാനുള്ള ഒരു അവസരം നൽകുക. ലാംഗ്വേജ് എന്താ, നമുക്ക് കണ്ടുപിടിക്കാം, എന്ത് കണ്ടുപിടിക്കാം, എത്ര എണ്ണം ഉണ്ട് എന്ന് കണ്ടുപിടിക്കാം എന്നുള്ളൊരു ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് ഈ ഒരു കണക്ക് അവതരിപ്പിക്കുക. മറ്റൊന്ന് പിക്ടോറിയൽ അഥവാ പിക്ചേഴ്സ്, ബോർഡിൽ 5 ആപ്പിളിൻ്റെ ചിത്രം വരയ്ക്കാം. തുടർന്ന് സിംബോളിക്, 5 - 2 = 3 എന്നുള്ളൊരു രീതി ഈ ഒരു ചിത്രങ്ങളിൽ നിന്ന് വെട്ടി മാറ്റിയതിന് ശേഷം നമ്മളത് സിംബൽസ് യൂസ് ചെയ്തിട്ട് എഴുതി കാണിക്കുന്നു. മറ്റൊരു ചോദ്യമാണ് മൂർത്ത വസ്തുക്കൾ എന്നത് എന്താണ്? മൂർത്ത വസ്തു എന്ന് പറയുന്നത് തൊടാനാവുന്ന, കാണാനാവുന്ന വസ്തുക്കളാണ് മൂർത്ത വസ്തുക്കൾ അഥവാ കോൺക്രീറ്റ്സ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഉദാഹരണം പുസ്തകങ്ങൾ, മേശ, പഠനോപകരണങ്ങൾ എല്ലാം തന്നെ മൂർത്ത വസ്തുക്കളാണ്. അമൂർത്ത വസ്തുക്കൾ അഥവാ അബ്സ്ട്രാക്ട് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? തൊടാനാകാത്ത, മനസ്സിൽ മാത്രമുള്ള ആശയങ്ങളാണ്. സംഖ്യകൾ, വികാരങ്ങൾ, സങ്കല്പങ്ങൾ, അതായത് സ്നേഹം, നീതി, സൗന്ദര്യം, ഇതെല്ലാം തന്നെ അമൂർത്ത വസ്തുക്കളാണ്. നമുക്ക് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച ഒരു ഭാഗത്തു നിന്ന് മാത്രം ചോദ്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത് പോകാവുന്ന ഒന്നല്ല. ഏത് ഭാഗത്തു നിന്ന് വേണമെങ്കിൽ നമുക്ക്
ചോദ്യങ്ങൾ വരാം, റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവർ ചോദിച്ച അനുഭവങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കുക, മുഴുവനായിട്ട് കേൾക്കുക.